ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരുടെ വീടുകളിലും അവിൽ കാണുമല്ലോ. അവിൽ കൊണ്ട് അടുപ്പ് കത്തിക്കാതെ നമ്മൾക്ക് നല്ല സ്വാദുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കാം. പാലക്കാട് വറ്റൽ എന്നതിനേക്കാൾ അവിൽ കൊണ്ടാട്ടം എന്നാണ് പറയാറ്. ഈ വറ്റൽ ഉണ്ടാക്കാൻ വെയിൽ ആവശ്യമില്ല, അരി കുതിർക്കേണ്ട, അരയ്ക്കേണ്ട, കാച്ചി കുറുക്കേണ്ട. വളരെ സിമ്പിളായി ഇതുണ്ടാക്കാം. ബിഗിനേഴ്സിന് പോലും വളരെ ഈസിയായി ഇതുണ്ടാക്കാം. ഇത് നല്ല പോലെ ഉണക്കി സൂക്ഷിച്ചാൽ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. ചോറിനും 4 മണി ചായക്കുമെല്ലാം ഇതുപയോഗിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അവിൽ വറ്റൽ, അതായത് അവിൽ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് പരന്ന അവിലിലോ കട്ടി അവിലിലോ ഏത് ടൈപ്പ് അവിൽ വേണമെങ്കിലും ഇതുണ്ടാക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കട്ടി അവിൽ കൊണ്ടാണ്. 1 കപ്പ് അവിലെടുത്ത് ഒന്ന് ചലിക്കണം. ഇതിൽ ധാരാളം പൊടി ഉണ്ടാകും, അതുകൊണ്ട് നല്ലപോലെ ചലിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി അവിൽ നന്നായി കഴുകിയെടുക്കുക. ഇങ്ങനത്തെ പാത്രം എടുക്കുകയാണെങ്കിൽ കഴുകാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം അവിൽ വെള്ളമില്ലാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മസാല അരച്ച് ചേർക്കണം. ഇതിന് ഒരു മിക്സി ജാറിൽ 2 പച്ചമുളക് ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അരയ്ക്കാനുള്ള എളുപ്പത്തിന് പച്ചമുളക് ഒന്ന് മുറിച്ചു കൊടുക്കാം. അരച്ച പച്ചമുളകിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ കട്ടി കായമാണെങ്കിൽ 1 കഷ്ണം കായം വെള്ളത്തിലിട്ട് കായം ഒന്ന് അരിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അരിച്ച് കഴുകി വെച്ച അവിലിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ 1/4 കപ്പ് വെള്ളം തെളിച്ച് കുഴയ്ക്കുക. ഇനി ഇത് തട്ടിപ്പൊത്തി 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. കട്ടി അവിലാണെങ്കിൽ 1/4 തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം ഒഴിക്കേണ്ടി വരും. 1/4 കപ്പ് വെള്ളം നമ്മൾ പച്ചമുളക് അരയ്ക്കുമ്പോൾ ചേർത്തിരുന്നു. ബാക്കി 1/4 കപ്പ് വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നമ്മൾ കട്ടി അവിൽ കുതിർക്കാൻ വെച്ചതുപോലെ തന്നെ നൈസ് അവിലിലും ചെയ്തു വയ്ക്കാം. വെള്ളം നേരത്തെ ഒഴിച്ചതുപോലെ അത്ര വേണ്ടി വരില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ച കട്ടി അവിൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക. മിക്സിയിൽ അരയ്ക്കരുത്, ഇത് കൂള് പോലെയാകും. പിന്നെ സേവനാഴിയിലൂടെ പിഴിഞ്ഞാൽ വെള്ളം പോലെയാകും. കൈകൊണ്ട് നല്ലപോലെ തേച്ച് കുഴയ്ക്കുക. കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി ഇത് സേവനാഴിയിൽ മുറുക്കിൻ്റെ ചില്ലിട്ട് പിഴിയാം. ഇനി നിങ്ങളുടെ കയ്യിൽ സേവനാഴി ഇല്ലെങ്കിൽ പാൽ കവറോ പ്ലാസ്റ്റിക് കവറോ എടുത്ത് മാവ് നിറച്ച് അറ്റം ലേശം മുറിച്ചു കൊടുത്ത് പിഴിയാവുന്നതാണ്. അടുക്കള സ്ലാബിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് ഞാൻ പിഴിയുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് കോട്ടൺ തുണി വിരിച്ച് അതിൽ പിഴിയാം. ഇത് 1 ദിവസം വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് സ്റ്റോർ ചെയ്ത് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നല്ല പോലെ ഉണങ്ങണം. നമ്മുടെ കൊണ്ടാട്ടം നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. കൈകൊണ്ട് മുറിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിയണം, അതാണ് പാകം. പിന്നെ നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഉണങ്ങിയിട്ടുണ്ടോ എന്ന്. ഇനി ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. എണ്ണ ചൂടാവാതെ വറ്റലിട്ട് വറുത്താൽ ക്രിസ്പിയായി കിട്ടില്ല എന്ന് മാത്രമല്ല, മൂരിച്ച പോലെയായിരിക്കും വറ്റൽ കിട്ടുക. വറ്റൽ നല്ലപോലെ മുരിഞ്ഞു വരണമെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടാവണം. ഒരു ചെറിയ കഷ്ണം വറ്റലിട്ട് നോക്കിയാൽ വറ്റൽ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് പൊന്തി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം കറക്റ്റായാണ് എണ്ണ ചൂടായതെന്ന്. വറ്റൽ കുറേശ്ശെ ഇട്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വറുക്കുക. പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിൽ നല്ല വൈറ്റ് കളറിലായിരിക്കും വറ്റൽ കിട്ടുക. കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ വറ്റൽ എത്ര ക്രിസ്പിയാണെന്ന്. ഇത് ചോറിനും 4 മണി പലഹാരമായും കഴിക്കാവുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പൊള്ളുന്ന വെയിലിൽ ഇങ്ങനെയുള്ള പലതരം വറ്റൽ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ പെട്ടെന്ന് കറിക്ക് പകരം എടുത്ത് വറക്കാം. നല്ല കുരുമുളക് രസവും മെഴുക്കുപുരട്ടി, അതായത് പാലക്കാട് ഉപ്പേരിയും ഈ കൊണ്ടാട്ടവും ഉണ്ടെങ്കിൽ ഊണ് കുശാലായി. കൂടെ നല്ല കട്ടത്തേരും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ വറ്റൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. You